വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കച്ച് വർക്ക് ഡിസൈൻ എങ്ങനെ പെർഫെക്റ്റായിട്ട് വരച്ചെടുക്കാമെന്ന് നോക്കാം. ഒന്ന് രണ്ട് മോട്ടിഫുകളും അതുപോലെ ഒന്ന് രണ്ട് സിമ്പിളായിട്ടുള്ള ബോർഡർ ഡിസൈനുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ കേർവ് വരുന്ന തരം, അതായത് നെക്ക് ഡിസൈനിലൊക്കെ ചെയ്യാം, നെക്ക് ബോർഡറൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേർവായിട്ട് വരുന്ന ബോർഡറുകളല്ല. അങ്ങനത്തേത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഡിസൈനുകളാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസൈൻ ഡ്രോ ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഇല്ല. അതായത് കച്ച് വർക്കിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ വേറെ 2 വീഡിയോസ് ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കച്ച് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയേണ്ടവർക്ക് ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി. അത് ഞാൻ 2 വീഡിയോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 വീഡിയോസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലൊരു ചെറിയ സ്ക്വയർ ചെയ്യുന്നതും ഇങ്ങനെയൊരു മോട്ടിഫ് ചെയ്യുന്നതുമാണ് ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ഈസി മെത്തേഡായിട്ട് കച്ച് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതറിയേണ്ടവർക്ക് അതൊന്ന് പോയി നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കച്ച് വർക്ക് ഡിസൈൻ നമ്മൾ വരയ്ക്കുന്നത് പെർഫെക്റ്റായാൽ മാത്രമേ നമുക്ക് നീറ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന എല്ലാ ബോക്സുകളും, ഇതിൻ്റെ വരയ്ക്കുന്ന കച്ച് വർക്കിൻ്റെ എല്ലാ സ്ക്വയറുകളും ഒരുപോലെ വരച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പലതരത്തിൽ കച്ച് വർക്ക് ഡിസൈനുകൾ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഗ്രാഫ് പേപ്പറിലാണ് വരയ്ക്കുന്നത്. ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുമ്പോൾ നമുക്ക് കച്ച് വർക്കിൻ്റെ ആ ഓരോ സ്ക്വയറുകളും ഒരേ വലിപ്പത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഗ്രാഫ് പേപ്പറിൽ നോക്കുകയാണെങ്കിൽ 1 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറും അതിൻ്റെ ഉള്ളിൽ ഒരു 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 1/2 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറുകളുമായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ 1/2 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറിനെ ഒരു ബോക്സായിട്ട് എടുത്തിട്ട് വേണം തയ്ക്കാനായിട്ട്. നമ്മുടെ സാധാരണ ഡ്രസ്സിലൊക്കെ തയ്ക്കാനായിട്ട് ആ വലിപ്പത്തിലുള്ള കച്ച് വർക്ക് ഡിസൈൻ പെർഫെക്റ്റ് ആയിരിക്കും. 1 സെൻറ്റിമീറ്ററിൻ്റെ വലിയ ബോക്സ് വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ത്രെഡ് ഫില്ലായി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 1/2 സെൻറ്റിമീറ്ററിൻ്റെ ബോക്സ് ഇതുപോലെ വരച്ചെടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ഞാനിവിടെ ഒരു ഡിസൈൻ വരയ്ക്കുകയാണ്. കച്ച് വർക്കിൻ്റെ ബേസിക് ഡിസൈനാണ് ഇപ്പോൾ ഇവിടെ വരയ്ക്കുന്നത്. അങ്ങനെ ഒരു സ്ക്വയർ വരച്ചിട്ട് ആ വലിപ്പത്തിലുള്ള ഒരു കച്ച് വർക്ക് ഡിസൈൻ നമുക്കിവിടെ ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ആ ഡിസൈൻ വരുന്നത്. അതായത് കച്ച് വർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു മോട്ടിഫ്. ഇനി ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് ഇതിനെ നമ്മൾ പലതരത്തിൽ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് പല തരത്തിലുള്ള ഡിസൈനുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഡിസൈൻ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് ഇങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ വെച്ചത് ട്രേസ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു ബോർഡർ ഡിസൈൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അത് ബോർഡർ ഡിസൈൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സ്ക്വയറിൻ്റെ ഒരു സിംഗിൾ ബോർഡറാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം അതിനായിട്ട് നമ്മൾ ഡയഗണലായിട്ടാണ് ഗ്രാഫ് പേപ്പറിൽ വരച്ചെടുക്കുന്നത്. ഒരു സിംഗിൾ 1/2 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അവിടുന്ന് ഡയഗണലായിട്ട് ആ ഗ്രാഫിലേക്ക് ഇങ്ങനെ വരച്ച് പോവുക. സിംഗിളായിട്ടുള്ള ബോർഡറാണിത്. ഒരു ചെറിയ വീതി കുറഞ്ഞ ബോർഡറൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഡിസൈൻ ഉപയോഗിക്കാം. നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്തിലേക്ക് അത് വരച്ചെടുക്കുക. ഇപ്പോൾ ഡ്രസ്സിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്കിത് ഈ വലിപ്പം നമുക്ക് നീക്കി വെച്ച് കൊടുത്ത് കൂടുതൽ എത്ര നീളത്തിൽ വേണോ അങ്ങനെ ട്രേസ് ചെയ്തങ്ങ് എടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബോർഡറും കൂടെ വരയ്ക്കാം. അതായത് ഇപ്പോൾ ഈ വരച്ചതിനെക്കാട്ടി കുറച്ചുകൂടെ വീതി കൂടിയിട്ടൊരു ബോർഡർ. അതിനായിട്ട് ഞാൻ ആദ്യം ഇപ്പോൾ ഈ വരച്ചതുപോലത്തെ തന്നെ ഒരു സിംഗിൾ ബോർഡർ ആദ്യം വരയ്ക്കുകയാണ്. ചെറിയ സ്ക്വയറിൻ്റെ ഒരു സിംഗിൾ ബോർഡർ നമുക്ക് വേണ്ടത്ര നീളത്തിൽ വരച്ചെടുക്കുക. ആദ്യം മുകളിൽ നമ്മൾ വരച്ച പോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത്രയും ലെങ്ത്തിൽ വരച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഒരു സ്ക്വയർ ഒഴിവാക്കിയിട്ട് പിന്നീടുള്ള 3 സ്ക്വയറുകളുടെ മുകളിൽ വീണ്ടും ഓരോ ചെറിയ സ്ക്വയർ കൊടുക്കുകയാണ്. ഒരു സ്ക്വയർ സ്കിപ്പ് ചെയ്തു, എന്നിട്ട് അടുത്ത 3 എണ്ണം. വീണ്ടും അടുത്ത ഒരു സ്ക്വയർ സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് അടുത്ത 3 എണ്ണത്തിന്. വീണ്ടും അടുത്തത് സ്കിപ്പ് ചെയ്യുക, അടുത്ത 3 എണ്ണം. അങ്ങനെ നമുക്ക് അങ്ങേയറ്റം വരെ ഡിസൈൻ വരച്ചിരിക്കുന്നത് വരെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഡിസൈൻ്റെ 2ാമത്തെ ലൈൻ കഴിഞ്ഞു. ഇനി 3ാമത്തെ ലൈനിൽ ആ 3 എണ്ണം വരച്ചതിൻ്റെ സെൻറ്ററിലുള്ളതിൻ്റെ മാത്രം മുകളിൽ ഓരോ സ്ക്വയറും കൂടെ കൊടുക്കുകയാണ്. സെൻറ്ററിലെ സ്ക്വയറിൻ്റെ മുകളിൽ മാത്രം. അപ്പോൾ നമ്മുടെ ഈ ഡിസൈൻ നമുക്ക് നല്ലൊരു ബോർഡർ ഡിസൈൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണിത്. ചെയ്താൽ നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ നമ്മുടെ എത്ര ലെങ്ത്താണോ നമുക്ക് വേണ്ടത് അത് ഇങ്ങനെ നീക്കി വെച്ച് ട്രേസ് ചെയ്ത് കൊടുക്കുക.
ക്ലോത്തിലേക്ക് അങ്ങനെയാണ് വരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തത് ഇപ്പോൾ ഈ വരച്ച 2 ഡിസൈൻ്റെയും ഇടയിലെ വീതിയിൽ നിൽക്കുന്ന ഒരെണ്ണം കൂടെ ചെയ്യാം. ആദ്യത്തേൻ്റെ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ വീതി കൂട്ടിയിട്ട്, എന്നാൽ രണ്ടാമത്തേനെക്കാട്ടിലും കുറച്ചുകൂടെ താഴെ. അപ്പോൾ അതിനും ഞാൻ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു സിംഗിൾ ബോർഡർ ആദ്യം വരയ്ക്കുകയാണ്. ഇപ്പോൾ ഇത്ര ലെങ്ത്തിൽ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്ക്വയർ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തേൻ്റെ അടിയിൽ ഞാനിപ്പോൾ ഇത്തവണ ഈ വശത്തേക്കാണ്, ഈ ഡയറക്ഷനിലേക്കാണ് വരയ്ക്കുന്നത്. നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങനെ വേണേൽ വരയ്ക്കാം. വീണ്ടും അടുത്ത 2 സ്ക്വയർ സ്കിപ്പ് ചെയ്യുക, പിന്നത്തേതിൽ അങ്ങനെ വരച്ചെടുത്തു. അപ്പോൾ ഇത് മറ്റതിനേക്കാൾ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ. ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് ഇത് ചേർത്ത് എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് എങ്ങനെ ഡിസൈൻ വരച്ചെടുക്കാം നോക്കാം. ഞാൻ അതിനായിട്ട് ആദ്യം ഇവിടെ ഒരു കച്ച് വർക്ക് ഡിസൈൻ ഇവിടെ വരച്ചെടുക്കുകയാണ്. നമ്മൾ സാധാരണ വരയ്ക്കുന്നത് പോലെ തന്നെ വരച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ ആ എൻഡിൽ നിന്ന്, ആ കോർണറിൽ നിന്ന് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ ചേർത്ത് വരച്ചു പോകാം. ഇങ്ങനെ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് 1 സ്ക്വയറിൻ്റെ ഒരു ബോർഡർ പോലെ ഇങ്ങനെ വരച്ചെടുക്കാം. ആദ്യം തന്നെ അതിങ്ങനെ എത്ര നീളത്തിൽ വേണോ ആ സ്ക്വയറുകൾ ആദ്യം വരയ്ക്കുക. എന്നിട്ട് ഇവിടെ കാണുന്നത് പോലെ 2 സ്ക്വയർ വിട്ടിട്ട് ഓരോ 2 സ്ക്വയറിൻ്റെയും ഇടയിലായിട്ട് മുകളിലേക്ക് ഒരു സ്ക്വയർ കൊടുക്കുക, അതിൻ്റെ നേരെ താഴേക്ക് ഒരു സ്ക്വയറും കൂടെ കൊടുക്കുക. വീണ്ടും 2 എണ്ണം സ്കിപ്പ് ചെയ്യുക, മൂന്നാമത്തേൻ്റെ മുകളിൽ അതിൻ്റെ താഴെയും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ ആ ഡിസൈൻ തന്നെ ആയിക്കോളും. ഇങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ അതും ഒരു ബോർഡറായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഡിസൈൻ തന്നെയാണ്. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഈ മോട്ടിഫുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഓൾ ഓവർ ഡിസൈൻ ചെയ്യാൻ പറ്റിയ 1-2 ഡിസൈനും കൂടെ നോക്കാം. ആദ്യം ഒരു ചെറിയ സ്ക്വയറാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഒരു ചെറിയൊരു സ്ക്വയർ ആദ്യം നമ്മളിവിടെ സാധാരണ എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു കച്ച് വർക്കിൻ്റെ ഡിസൈൻ വരച്ചെടുക്കുക. എന്നിട്ടിനി അതിൻ്റെ 2 വശത്തേക്കും ഓരോ ഡിസൈനും കൂടെ ഈ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് അതുപോലെ റൈറ്റിലേക്കും ഒരു ഡിസൈൻ വരച്ചെടുക്കുക. അതുപോലെ താഴത്തേക്കും. അതിൻ്റെ ഇടയിലത്തെ ഗ്യാപ്പ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ വയ്ക്കാം, അല്ലെങ്കിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് മിറർ വർക്ക് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് ഫില്ലായിട്ടിരിക്കണമെങ്കിൽ ആ ഇടയിലുള്ള 5 ബോക്സുകൾ വെച്ച് ഒരു കച്ച് വർക്ക് ഡിസൈനും കൂടെ അതിൻ്റെ ഉള്ളിൽ വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ തന്നെ കുറച്ചും കൂടെ വലിയൊരു ഡിസൈൻ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഇതിപ്പോൾ 4 ബോക്സ് വെച്ച് 4 ഡിസൈൻ വെച്ചിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. അടുത്ത് നമുക്കൊരു 8 മോട്ടിഫ് വെച്ചിട്ട് ഒരു ഡിസൈൻ വരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ആദ്യം വരച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോർണറിൽ നിന്ന് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇനി അതിൻ്റെ കോർണറിൽ നിന്ന് വീണ്ടും ലെഫ്റ്റിലേക്ക് ഒരെണ്ണം കൂടെ വരയ്ക്കുക. ഇനി താഴേക്ക് വരണം. ഇങ്ങേ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, റൈറ്റിലേക്ക്. അതിൻ്റെ നേരെയാണ് അത് വരയ്ക്കുന്നത്. അവിടേക്ക് ഒരെണ്ണം കൂടെ, അതായത് മുകളിലുള്ളതിൻ്റെ നേരെ താഴേക്ക് ഒരു ഡിസൈനും കൂടെ വരയ്ക്കുക. ഇനി ഇപ്പോൾ വരച്ച പോലെ തന്നെ ഇങ്ങേ വശത്തേക്കും കൂടെ അതുപോലെ തന്നെ ചെയ്യുക. ഒരെണ്ണത്തിൻ്റെ കോർണറിൽ നിന്ന് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാവുന്ന പോലെ അങ്ങനെ പോവുക. ഇനി ആ ഗ്യാപ്പുള്ള വശത്തേക്ക് ഒരെണ്ണം കൂടെ. ഇപ്പോൾ നമ്മൾ 8 എണ്ണത്തിൻ്റെ ഒരു ഇതാണ് വരച്ചിരിക്കുന്നത്, ഡിസൈനാണ് വരച്ചിരിക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഗ്യാപ്പായിട്ട് ഇടുകയോ അല്ലെങ്കിൽ മിറർ വർക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇനി ഒരു ചെറിയ വ്യത്യാസത്തിൽ വേറൊരു ഡിസൈനും കൂടെ നോക്കാം. ഞാൻ അതിനായിട്ട് ആദ്യം ഒരു ഡിസൈൻ വരച്ചു, കച്ച് വർക്ക് ഡിസൈൻ, ബേസിക് ഡിസൈനാണ് വരയ്ക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കോർണറിൽ നമ്മൾ നേരത്തെ ഉള്ളത് കോർണറിൽ നിന്നല്ലേ അടുത്തത് സ്റ്റാർട്ട് ചെയ്തത്. അതിന് പകരം ആ കോർണറിൽ ഒരു ബോക്സ് ഒന്ന് സ്കിപ്പ് ചെയ്യുക, എക്സ്ട്രാ ഒരു ബോക്സ് ഇടുക. വീണ്ടും ആ ബോക്സിൽ നിന്നാണ് അടുത്ത വരയ്ക്കുന്നത്. 2 എണ്ണത്തിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പുണ്ട്. ഒരു ബോക്സ് ഇടയിൽ വരച്ചിട്ട് വീണ്ടും അവിടുന്ന് അടുത്തത് വരയ്ക്കുക. ഇനി അവിടുന്ന് അങ്ങേ വശത്തേക്ക് മുകളിലേക്കുള്ളതും ഒരു ബോക്സ് എക്സ്ട്രാ കൊടുക്കണം. എന്നിട്ട് വീണ്ടും ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരും. ഇടയ്ക്കൊരു ബോക്സും കൂടെ വരച്ച് അവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം ഈ ഡിസൈൻ. അല്ലെങ്കിൽ അവിടേക്കൊരു ചെറിയ വ്യത്യാസത്തിന് വേണ്ടിയിട്ട്
ആ ഒരു ബോക്സ് കൊടുത്തതിൻ്റെ മുകളിൽ ഒരെണ്ണം കൂടെ കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ വരച്ചെടുക്കാം. വരച്ചെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ പിന്നീട് നമുക്ക് തയ്ക്കാൻ നേരം ക്ലോത്തിലേക്ക് ഇത് ട്രേസ് ചെയ്ത് എടുത്താൽ മാത്രം മതി. ഇങ്ങനെ കുറേ ഡിസൈനുകൾ നമുക്കിങ്ങനെ വരച്ച് സൂക്ഷിച്ച് വയ്ക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിലും നേരത്തെ പറഞ്ഞ പോലെ മിറർ വർക്കോ എന്തെങ്കിലും ചെയ്യാം. ഇപ്പം നമ്മൾ വരച്ച ഡിസൈനുകളെല്ലാം കുറച്ച് ഗ്യാപ്പ് വരുന്ന മോട്ടിഫുകളാണല്ലോ ചെയ്തത്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു സ്ക്വയർ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇതിന് ആദ്യത്തെ കച്ച് വർക്ക് ഡിസൈൻ വരയ്ക്കുകയാണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ. എന്നിട്ടിനി നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ഇതിൻ്റെ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തല്ലോ, നെക്സ്റ്റ് താഴേക്കുള്ളത് കോർണറിൽ നിന്ന് കൊടുത്തതിന് പകരം ആ കോർണറിലുള്ള ബോക്സ് തന്നെ അടുത്ത ഡിസൈൻ്റെ ഒരു ബോക്സായിട്ട് എടുക്കുക. അപ്പോൾ അവിടെ ഒട്ടും ഗ്യാപ്പ് വരില്ല, സെൻറ്ററും ഫില്ലായിട്ട് ഇരിക്കും. ഇനി അടുത്തത് അതിൻ്റെ മുകളിലേക്കുള്ളതിന് ആദ്യത്തെ സ്ക്വയറിന് ഈ സ്ക്വയർ തന്നെ എടുക്കുക, എന്നിട്ട് അടുത്തത് വരയ്ക്കുക. വീണ്ടും തിരിച്ച് ഇങ്ങോട്ടും ഈ വശത്തേക്കുള്ളതും അതുപോലെ തന്നെ. ഇപ്പോൾ ഇത് തമ്മിലുള്ള ആ സ്ക്വയറുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറവായിരിക്കും, കുറച്ചുകൂടി ഫില്ലായിട്ടായിരിക്കും ഇരിക്കുന്നത് ഈ ഡിസൈൻ. ഇതിങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം, അതല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ വെച്ച് ഇങ്ങനെയും നമുക്ക് വരച്ചെടുക്കാം ക്ലോത്തിലേക്ക്. ഇതിപ്പോൾ ഞാൻ പെൻസിൽ വെച്ച് വരച്ചിരിക്കുന്നതുകൊണ്ട് വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. ഞാൻ അതുകൊണ്ട് അത് ഞാൻ പെൻ വെച്ച് വരച്ചിട്ട് വീഡിയോയുടെ ഒടുവിൽ ഒന്നുകൂടി ഇട്ടേക്കാം. ആ ഡിസൈൻ അപ്പോൾ ഒന്നും കൂടെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഇങ്ങനെ നമുക്ക് പലതരത്തിൽ ഡിസൈനുകൾ വരച്ചെടുക്കാം. ഇനി കുറച്ചുകൂടെ വലിയ ഡിസൈനൊക്കെ, വലിയ കുഷ്യൻ കവറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ നെക്ക് ഡിസൈൻ ചെയ്യുന്നതൊക്കെ വേറെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം ഒരു മോട്ടിഫ് വരയ്ക്കുന്നതും കണ്ടു, ആ മോട്ടിഫ് വെച്ചിട്ട് ഒരു 4 ഓൾ ഓവർ ഡിസൈൻ വരയ്ക്കുന്നത് കണ്ടു. പിന്നെ ഒരു 4 തരം ബോർഡർ ഡിസൈനുകൾ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോർഡർ, അതുപോലെ കുറച്ചുകൂടെ വീതി കൂടിയത്, അങ്ങനെ 4 ബോർഡറുകളും നോക്കി. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിസൈനുകൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വരച്ചെടുത്താൽ മതി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്